വിറകുകെട്ട്. ഒരു കാലത്ത് ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ 3 മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ആ വ്യവസായി ഒരു പണക്കാരനാണെങ്കിലും അയാളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു വെക്കാൻ എന്നെ നിനക്കൊന്ന് സഹായിച്ചാൽ എന്താ? ഇതിനു മുന്നേ ഒരു 3 കുട്ട ഞാൻ ചുമന്നില്ലേ? അത് മാത്രമല്ല, പുറത്തു നിൽക്കുന്ന മൃഗങ്ങളെയൊക്കെ ഞാൻ കുളിപ്പിക്കുകയും ചെയ്തു. ഇനി നീയാ ചെയ്യേണ്ടത്. ഞാൻ ജോലിക്ക് വേണ്ടിയല്ലേ പുറത്തോട്ട് പോയത്. അതുകൊണ്ട് നീ തന്നെ എല്ലാം ചെയ്തോളാന്ന് അങ്ങനെ പറയല്ലേ. എടാ നിന്നോടാ, നീ എന്താ ഒന്നും ചെയ്യാത്തത്? എന്നെ എന്തിനാ വിളിക്കുന്നത്? എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. അതുവരെ നിങ്ങൾ വഴക്കിട്ടുള്ളൂ. അതുകൂടാതെ ഞാൻ ഇപ്പോഴാ ട്രക്കിന്റെ സർവീസ് ചെയ്ത് തീർത്തത്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പോയി ചെയ്യാതൊക്കെ. ഇങ്ങനെ വ്യവസായിയുടെ 3 മക്കളും തമ്മിൽ തല്ലുന്നത് അയാൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അയാളുടെ 3 മക്കളുടെ സ്വഭാവത്തെപ്പറ്റി അറിയാമായിരുന്നു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെല്ലാവരും ഇതുപോലെ ഒത്തുകൂടിയിട്ട് ഒരുപാട് നാളായില്ലേ? എന്തായാലും വസന്തകാലം വരാൻ പോവല്ലേ, അതുകൊണ്ടാണ് ഒന്നിനും സമയമില്ലാതെ. ശരി, നാളെ വൈകുന്നേരം നമ്മൾക്കെല്ലാവർക്കും കൂടി ഒരു ആഘോഷം നടത്തിയാലോ? തീർച്ചയായും, ഒരുപാട് സന്തോഷായി. പക്ഷെ ആ ഓസ്ബോണിന്റെ കുട്ടികളെ മാത്രം വിളിക്കരുത് പ്ലീസ്. ശരിയാ പറഞ്ഞത്. അവര് 3 പേരും വന്നാൽ വഴക്കിട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് പിന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പാവം അങ്കിൾ ഓസ്ബോൺ. ഹായ് ഫ്ലിന്റ്, എങ്ങനെയുണ്ട്? വീട്ടിലേക്ക് വാ. എന്റെ പാടത്ത് പട്ടാണി വിളഞ്ഞിട്ടുണ്ട്. അത് വിളവെടുക്കാൻ വേണ്ടി നീ വരുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എനിക്ക് തീരെ സുഖമില്ല. എനിക്ക് സഹായം ചെയ്യാനും ആരുമില്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്റെ മോനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അതൊക്കെ പോട്ടെ, വാ നമുക്ക് ചായ കുടിക്കാം. നീ എന്തായാലും ഭാഗ്യവാനാടാ. നിനക്ക് 3 പേര് സഹായം ചെയ്യാനുണ്ടല്ലോ. സഹായിക്കാൻ ഈ 3 പേരെ കൊണ്ട് എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ല. അവരെപ്പോഴും തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. ഓസി, നീ വിഷമിക്കണ്ട, എല്ലാം പെട്ടെന്ന് ശരിയാവും. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ടാൽ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെ നിനക്ക് തന്നെ പിരിച്ചൂടെ? 3 പേരും തനിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ നന്നായിരിക്കില്ലേ? വ്യവസായിയുടെ കൂട്ടുകാരൻ പറഞ്ഞത് അയാൾക്ക് നല്ലൊരു ഐഡിയ ആയി തോന്നി. ഹായ് ബെന്നി. ഹായ്. എല്ലാവരും പണിയെടുക്കുന്ന സമയത്ത് നിനക്ക് മാത്രം എങ്ങനെയാ ഈ വയലിൻ വായിക്കാൻ സമയം കിട്ടുന്നത്? മറന്നുപോയി, നിങ്ങളെ വീട്ടിൽ 4 പേരുണ്ടല്ലോ. ഭാഗ്യവാന്മാരാ. ശരി, അതിനിപ്പോ എന്താ? നാളെ വൈകുന്നേരം എല്ലാവരും ഒരു പിക്നിക്കിന് പോയി ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? തീർച്ചയായും വരാം, എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. നീ ഒറ്റയ്ക്ക് വരണം. നിന്റെ സഹോദരന്മാരാരെയും കൊണ്ടുവരരുത് കേട്ടോ. അതെന്താ? എന്തു പറ്റി? നിനക്കറിയാലോ, നിങ്ങൾ സഹോദരന്മാർ ഒന്നു ചേർന്നാൽ എപ്പോഴും വഴക്കിടുമെന്ന്. അത് ആർക്കും ഇഷ്ടമാവില്ല. നീ വരുന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വരാൻ നോക്ക്. നീ കാപ്പി കുടിക്കാൻ വന്നതാണോ? വന്നിരിക്കേ. ഞാൻ പുതിയതായിട്ടൊരു കോടാലി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നതാ. നിന്നെ പോലെ ജോലി പങ്കിട്ട് ചെയ്യാൻ എനിക്ക് സഹോദരങ്ങളൊന്നുമില്ലല്ലോ. അത് ശരി, ഞങ്ങളെല്ലാവരും നാളെ ഒരു പിക്നിക്കിന് പോവാൻ പോവാ. വാവ്, നീ വരണമെങ്കിൽ ഒറ്റയ്ക്ക് വാ. നിന്റെ സഹോദരങ്ങൾ ആരെയും കൊണ്ടുവരരുത്. എന്താ? അതെന്താ? എന്താന്ന് വെച്ചാ നിങ്ങളെ സഹോദരങ്ങൾ എപ്പോ ചേർന്നാലും വഴക്കിട്ടോണ്ടല്ലേ ഇരിക്കൂ. അത് ആർക്കും ഇഷ്ടമാവില്ല, മനസ്സിലായോ? ഹായ്, നീ ശരിക്കും ഇതൊക്കെ മെക്കാനിക്ക് ചെയ്യുന്ന ആളാണോ? എനിക്കിതുപോലുള്ള ജോലി വലിയ ഇഷ്ടമാ. അത് നല്ല കാര്യമാ. നിന്റെ സഹോദരന്മാർക്ക് ജോലിയൊക്കെ പിരിച്ചു നൽകിയപ്പോ ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലേ? നാളെ വൈകുന്നേരം ഒരു പിക്നിക്ക് പോകാനുള്ള പ്ലാനുണ്ട്. നീ വരുന്നുണ്ടോ? തീർച്ചയായും. എന്നാ നീ റെഡിയായിട്ട് അങ്ങോട്ട് വന്നേക്ക്. പക്ഷെ നിന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് വരല്ലേ. എന്താ? അതെന്താ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരും അവിടെ വന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആഘോഷം മുഴുവനും കൊളാകൂല്ലേ. നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ വഴക്കിടില്ലേ? വ്യവസായിയുടെ 3 മക്കളും അവർ പറഞ്ഞത് കേട്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരെപ്പറ്റി ജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് വളരെ വിഷമം തോന്നി. പക്ഷേ എല്ലാവരും അവരവർ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് പറയാതെ ഇരുന്നു. അപ്പോഴാണ് അവരുടെ അച്ഛൻ അവരെ വിളിച്ചത്. അച്ഛാ, ഞങ്ങളെ വരാൻ പറഞ്ഞോ? അതെ, നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. പ്രധാനപ്പെട്ട കാര്യോ? നിങ്ങൾ 3 പേരും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളായിരിക്കും എന്റെ ജോലിയൊക്കെ ചെയ്യേണ്ടി വരിക. നിങ്ങളിൽ ആരാണ് കൂടുതൽ അധ്വാനിക്കുന്നതെന്ന് എനിക്കറിയണം. അവരുടെ കയ്യിൽ ഞാനിത് ഏൽപ്പിക്കും. ഇതെന്താ അച്ഛാ പെട്ടെന്ന്? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ 3 പേരും നന്നായി ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ജോലി ആരെയാ ഏൽപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പരീക്ഷ വയ്ക്കാൻ പോവുകയാണ്. ആ കെട്ടിയിട്ടിരിക്കുന്ന കമ്പുകളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ. ദേ എടുത്തു കഴിഞ്ഞു. അതിന്റെ കെട്ടയക്ക്. ഇപ്പോ ഈ കെട്ടിലുള്ള ഓരോ കമ്പുകളും നിങ്ങൾ ഒടിച്ചെടുക്കണം. ആരാ ഇത് ആദ്യം ചെയ്യുന്നതെന്ന് നോക്കാം.
മൂന്ന് പേരും വളരെ കഷ്ടപ്പെട്ടത് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ അതവർക്ക് പെട്ടെന്ന് ഒടിക്കുവാൻ സാധിച്ചു. പക്ഷേ ഒരേ സമയത്ത് അവർ മൂന്ന് പേരും അതൊടിച്ചു. 3 പേരും ഒരേ സമയത്ത് തന്നെ തീർത്തല്ലോ. അതെ അച്ഛാ. പുറത്തുള്ള ട്രാക്ടറിൽ ഇതുപോലുള്ള ഒരുപാട് കമ്പുകളുണ്ട്. നിങ്ങൾ പോയിട്ട് അത് എടുത്തിട്ട് വാ. ചെല്ല്. അവർ മൂന്ന് പേരും അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടു. ഇപ്പോൾ ഈ കെട്ടിലുള്ള ഓരോ കമ്പുകളായിട്ടല്ലാതെ എല്ലാം ചേർത്ത് ഒന്നിച്ചു വെച്ച് ഒടിക്കണം. അവർ അതും ട്രൈ ചെയ്തു. അവരുടെ മുഴുവൻ ശക്തിയും എടുത്തു കഴിഞ്ഞിട്ടും അവർക്കത് ഒടിക്കുവാൻ സാധിച്ചില്ല. അവസാനം അവർ ആ ജോലി ഉപേക്ഷിച്ചു. ഇതെന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് അച്ഛാ? ആ കമ്പുകൾ ഒന്നിച്ച് കെട്ടിക്കിടക്കുമ്പോൾ അതിന് നല്ല ബലമുള്ളതായിട്ട് തോന്നും. എന്താന്ന് വെച്ചാൽ ഒരു കമ്പ് മറ്റേ കമ്പിനെ താങ്ങി നിർത്തും. അതുകൊണ്ട് ഒന്നായിരുന്നാൽ ഓരോ കമ്പും ശക്തിയുള്ളതായിരിക്കും. മാത്രമല്ല നല്ല ബലവും ഉണ്ടാവും. പക്ഷേ അതേ കമ്പുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോയാൽ നിങ്ങളെ കൊണ്ട് മാത്രമല്ല, പക്ഷികൾ, നായകൾ എല്ലാവർക്കും അത് സാധിക്കും. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ബലം കിട്ടുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന രക്ഷകനാവും ചെയ്യാം, നമുക്ക് രക്ഷിക്കുകയും ചെയ്യാം. എല്ലാവരും പരസ്പരം സഹായിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രമേ നടക്കൂ. അതെ, അതാണ് സത്യം. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇനി നിങ്ങൾ ഒന്നിച്ചുള്ള കമ്പുകളായിരിക്കുന്നോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കമ്പുകളായിട്ട് ജീവിക്കുന്നു? അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അങ്കിൾ ഫ്ലിന്റിന്റെ കാര്യം ഓർമ്മിച്ചാൽ മതി. അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അന്ന് രാത്രി അവർ മൂന്ന് പേരും ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെയല്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ 4 പേരുണ്ടല്ലോ ജോലി ചെയ്യാൻ. ഭാഗ്യവന്മാര്. നിങ്ങൾ 3 പേര് ഒന്നിച്ചിരുന്നാൽ എപ്പോഴും വഴക്കല്ലേ ഉണ്ടാവുക. തീർച്ചയായും നിനക്ക് ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. നിന്റെ സഹോദരങ്ങളല്ലേ എല്ലാം ചെയ്യുന്നത്. അവര് മൂന്ന് പേരും അവർ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചു. അടുത്ത ദിവസം രാവിലെ, നീ മെക്കാനിക്കൽ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സഹായമുണ്ട്. പക്ഷെ കണക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ അത്രയും വരില്ല. അത് ശരിയാ. അതേപോലെ മൃഗങ്ങളെ കുറിച്ച് നിന്നെ പോലെ ആർക്കും അറിയാൻ സാധിക്കില്ല. അന്ന് വൈകുന്നേരം അവർ മൂന്ന് പേരും കൂടി കോഫി കുടിക്കാൻ വേണ്ടി പോയി. ചില കൂട്ടുകാരെയും അവർ കണ്ടു. ഏയ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? എന്റെ സഹോദരങ്ങളില്ലാതെ ഞാൻ എങ്ങോട്ടും വരുന്നതല്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ചെയ്ത തെറ്റുകളിൽ ഞങ്ങളുടെ അച്ഛൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാ. അന്ന് രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അവർ അച്ഛന് വേണ്ടി ഒരുപാട് പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു. അവസാനം നമ്മൾ ഒന്നു ചേർന്നിരിക്കുന്ന കമ്പുകളായി മാറി. ആ എനിക്ക് വളരെ സന്തോഷമായി.